വെൽക്കം ടു വി വ്ലോഗ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ സമയം 6:40. ഞാൻ കുറേ ദിവസമായിട്ട് രാവിലെ നടക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, പോകുന്നില്ല മടി കാരണം. മടിയല്ല, പിന്നെ രാവിലെയോടെ ചിലപ്പോൾ മഴയും പെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അനിയത്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോട്ടെ. ഇത് ഞങ്ങളുടെ സ്ഥലം. ഇവിടുന്ന് ആക്ച്വലി ഇതില്ലേ, ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല സ്ഥലമുണ്ട് കേട്ടോ ഇവിടുന്ന്. പക്ഷേ ഇവിടെ ഷോർട്ട് കട്ടാണ്. ഇതൊക്കെ അവർ അടിച്ചു പൂട്ടിരിക്കുക. പക്ഷെ ഞങ്ങളുടെ ഈ കുരുക്ക് വഴി കൂടെ പോകും. കൊച്ചു പോയി കാണിച്ചാൽ അതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കയറാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇവിടെയല്ല, കുറച്ചും കൂടി പോകണം നടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഷോർട്ട് കട്ട് വഴി. കണ്ടോ, ഒരു കൊച്ചു കേരളം പോലെ ഇല്ലേ? എവിടെ നിൽക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ രാവിലെ എണീറ്റ് നടക്കാറുണ്ടോ? ആക്ച്വലി നടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ്. എന്നും 10,000 സ്റ്റെപ്സ് നടന്നു കഴിഞ്ഞാലും വെയിറ്റ് പെട്ടെന്ന് കുറയും. എനിക്ക് വെയിറ്റ് ഇല്ല, പക്ഷെ എൻ്റെ കൂടെ നടക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതാണ്. അവൾക്ക് വെയിറ്റ്, എന്താ പറയുക, വെയിറ്റ് കുറവാണ്, അണ്ടർ വെയിറ്റാണ്. പക്ഷെ ഞാൻ എൻ്റെ കൂടെ നടക്കാൻ കൊണ്ടുവരും. കാരണം എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ മടിയല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതൊരു എന്താ പറയുക, അതാണല്ലോ അതിൻ്റെ രസം. എനിക്ക് ആരെങ്കിലും കൂടെ നടക്കാൻ വേണം. ഒറ്റയ്ക്ക് നടക്കാൻ മടിയെന്ന് വെച്ചാൽ പാട്ടൊക്കെ കേട്ട് നടക്കും. എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായ ഒരു രസം. കണ്ടോ, മഴ പെയ്തതിൻ്റെ ഈ വെള്ളമൊക്കെ. പുതിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുകയാണ്. നടന്ന് എൻ്റെ എത്താത്ത ആ സ്ഥലത്ത് അവിടെ അല്ലേ എല്ലാവരും നടക്കാൻ വരും കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പേര് വരും. ഇവിടെ പശുവൊക്കെ ഉണ്ട്. ഇത് കുറച്ചൊരു നാട്ടിൻപുറത്ത് പോലത്തെ, ഈ ഒരു സ്ഥലം മാത്രം കുറച്ച് നാട്ടിൻപുറം പോലത്തെയാണ് കേട്ടാ. പശു വേസ്റ്റ് തന്നെയാണ് പാവം. കണ്ടോ, ഇവിടെ ഒരു പശു ഇരിക്കണ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പശുവിനുണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താലും റൈറ്റ് എടുത്താലും നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. രാവിലെ കുറേ ആൻറ്റിമാരും അങ്കിൾമാരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വരും. എൻ്റെ പിള്ളേർ സ്കൂളിൽ പോവാം കേട്ടോ. ഞാനിപ്പോൾ സത്യമായിട്ടും എൻ്റെ സ്കൂൾ ഡേയ്സ് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെയെങ്കിലും തീർത്ത് കോളേജായാൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ സ്കൂൾ ഡേയ്സാണ്. കാരണം ഒന്നും തിരിച്ചു വരുമല്ലോ. ആ യൂണിഫോമും ഇട്ട് രാവിലെ മഴക്കാലത്ത് അമ്മയായിട്ട് അടിയും കൂടിയിട്ട് പോകണം, അത് വേറൊരു സംഭവം. ആ സമയത്തൊക്കെ പോകാനേ മഴയത്ത് രാവിലെ എണീക്കാൻ തന്നെ മടിയായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. സമയത്ത് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്, ജീവിക്കുന്ന മൂമെൻറ്റ് നന്നായി എൻജോയ് ചെയ്യുക. അത് എന്താണെങ്കിലും, ചെറിയ കാര്യമാണെങ്കിലും ആ സമയത്ത് വലിയ പിന്നെ എന്ത് നടക്കുന്ന ടെൻഷൻ അടിക്കാണ്ട്, ചെറിയ കാര്യമാണെങ്കിലും അത് ഭയങ്കര നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ്. അങ്ങനെ വെച്ച് ചെയ്യാന്ന് മീൻസ് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്, അയ്യോ അന്നങ്ങനെ മര്യാദയ്ക്ക് എൻജോയ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരിയല്ലേ? മറ്റേ വർത്താനൊന്നല്ല, ചുമ്മാ പറയാൻ തോന്നിയിട്ട് പറഞ്ഞതാണ്. കണ്ടോ, ഇങ്ങനെ നമ്മളെ സ്ഥലത്തെത്തി. ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാൻ വരും കേട്ടോ ഇവിടെ രാവിലെയൊക്കെ. കണ്ടോ, ചേച്ചിമാർ ആൻറ്റിമാരൊക്കെ. ഇവിടെ ആക്ച്വലി നല്ല സുഖമാണ് നടക്കാൻ, നല്ല കാറ്റൊക്കെ ഉണ്ട്. എല്ലാവരും രാവിലെ വരും. ഞാൻ നാളെ കുറച്ചും കൂടി നേരത്തെ വരണം, ആൾക്കാർ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോഴല്ലേ നടക്കാനൊരു സുഖം അല്ലേ? രാവിലെ അപ്പൂപ്പൻ കുറേ ഭാജിയൊക്കെ ആയിട്ട് പച്ചക്കറികളൊക്കെ ആയിട്ട് വരും. കുറേ സ്റ്റോൾസ് ഉണ്ടാവും പറയുന്നത്. ഞാൻ ക്ഷീണിച്ചൊന്നുമില്ല, കാരണം തുടങ്ങിയിട്ടല്ലോ, പിന്നെ ഇങ്ങനെ ക്ഷീണിക്കുക. ഇതിവിടെ യോഗ ക്ലാസ് ആണെന്ന് തോന്നുന്നു. കണ്ടോ, മറ്റേ എല്ലാ ഭാജികളൊക്കെ കിട്ടും ട്രക്കിൽ. ഞങ്ങൾ സബ്ജി കേട്ടോ പറയാ. എന്താ പറയുക, സബ്ജി എന്നല്ല, സബ്ജി പിന്നെ കുക്ക് ചെയ്തതിനാണ് സബ്ജി. കണ്ടോ, രാവിലെ തിരക്ക്, പച്ചക്കറികൾ വാങ്ങാനുള്ള തിരക്ക്.
എല്ലാവരും തിരക്കിലാണ് ഇവിടെ. അതാണ് പ്രത്യേകത, ആർക്കും ആരുടെയും കാര്യങ്ങൾ നോക്കാൻ സമയമില്ല, എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും. ഇന്ന് മിക്കതും മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഭയങ്കര മഴ തുടങ്ങി ആക്ച്വലി ഇവിടെ, കാരണം മഴയുടെ കാലാവസ്ഥ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾ വേഗം നടന്നു പോട്ടെ അല്ലേ അല്ലേന്ന്. ഉപ്പന്മാർ ഫ്രണ്ട്സായിട്ടൊക്കെ രാവിലെ വന്ന് വീട്ടിലെ കഥയും പറഞ്ഞിരിക്കാൻ തോന്നുന്നു. ഈ ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ടോ, ഇവർ എനിക്കൊന്ന് സ്കൂളിൽ നിന്നൊക്കെ കോച്ചിങ്ങിനായിട്ട് ഖോഖോ, കബഡി, പട്ടികൾ ക്രോസ് ചെയ്ത് പോകണം, പക്ഷെ ഖോഖോ, കബഡി അങ്ങനത്തേന് വേണ്ടി കൊണ്ടുവരുന്നതെന്നാണ് തോന്നുന്നത്. അവർക്ക് അവരുടെ പ്രാക്ടീസിനായിട്ട് അവരിവിടെ കൊണ്ടുവന്നിട്ട്, ഇവിടെ സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടം പോലെ, രാവിലെ കുട്ടികൾ പ്രാക്ടീസിനായിട്ട് വരാമെന്നാണ് തോന്നുന്നത്. നോക്കിയാലും കിട്ടുന്ന സ്ഥലത്തൊക്കെ നിന്ന് എക്സസൈസ് ചെയ്യുന്നവരാണ് ഇവിടെ. നമ്മളൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഇവർ ഓടുക കേട്ടോ, കണ്ടോ, അവരുടെ കോച്ചുണ്ട്, അവർ ഓടുകയാണ് സംഭവം. ഞാൻ വിചാരിച്ചു കോക്കോ വല്ലതായിരിക്കുന്നു. ഓടേണ്ട കോച്ചും കാണും ഇവിടെ. കുറേ നടന്നു, കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു കരിക്ക് വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചു, ഹെൽത്തി അല്ലേ. അപ്പോൾ നമുക്ക് കരിക്ക് വാങ്ങണം. കരിക്ക് മാത്രമല്ല, ഞാൻ അടുത്ത വീഡിയോ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മഹാരാഷ്ട്രൻ സ്പെഷ്യൽ ഒരു ഫുഡുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതിലേക്ക് വാങ്ങണം. അതൊക്കെ എന്നും തോന്നുന്നു. അപ്പോൾ ഈ സംഭവം ഭയങ്കര ഹെൽത്തിയുമാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം ഞാൻ വാങ്ങി. കുക്ക് ചെയ്യേണ്ട സംഭവം അതെന്താണെന്നപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നടന്ന് ഭയങ്കര ക്ഷീണിച്ചു. കരിക്ക് കട കിട്ടി കുറേ നേരം. അത് അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് എവിടെയാണ് കൃത്യ സ്ഥലം എന്ന് മനസ്സിലാവില്ല കരിക്കിൻ്റെ. അപ്പോൾ നമുക്ക് പോയി കരിക്ക് കുടിക്കാം. കരിക്ക് ചേട്ടൻ വന്നല്ലോ. ഇവിടെ മൂസമ്പി കൊണ്ട് കരിക്കും ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് മൂസമ്പി വേണ്ട, കരിക്കും മതി. ചേട്ടൻ രൗദ്രപദത്തിൽ നിന്ന് നോക്കി, സാരമില്ല. കരിക്ക് നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഏറ്റവും നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ല സംഭവമാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല വിലയുണ്ട്, പക്ഷെ കുടിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ജങ്ക് ഫുഡ് വാങ്ങിച്ച് പൈസ കളയുന്ന സമയത്ത് നമുക്കിത് വാങ്ങിച്ച് കുടിച്ചാൽ മതി. പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലേ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും